മുത്തശ്ശി, ഇന്ന് ഏത് കഥയാ പറയാൻ പോകുന്നത്? കാട്ടിലെ സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ, എന്താ പോരെ? മതി മതി, കേൾക്കാൻ കൊതിയായി. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായയും എപ്പോഴും കൂടെ ഉണ്ടാകും. മുത്തശ്ശി, കുറുക്കനും ചെന്നായയും എങ്ങനെ രാജാവിന്റെ ശിങ്കിടികളായി? പറഞ്ഞു തരാം. ഈ ചെന്നായയും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മടിയന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായിരുന്നു. ഒരു ദിവസം, ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു. നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂവല് പോലും കണ്ട കാലം മറന്നു. എല്ലാം ശരിയാവും, ഒച്ച ഉണ്ടാക്കല്ലേ. അതാ രാജാവ് വരുന്നു. നമുക്കൊരു കളി കളിച്ചു നോക്കാം. നീ കൂടെ നിക്കണം. ഗുഡ് മോർണിംഗ് രാജാവേ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ? ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു. എന്തു പറ്റി? ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത കേട്ടു. എന്ത് വാർത്ത? നമ്മുടെ അയൽ രാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടുത്തെ രാജാവിനെ അപായപ്പെടുത്തി. എന്ത്? ഒരു പീക്കിരി മുയലോ? അതെങ്ങനെ? അതെ, ഇന്നലെ അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ മുയൽ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത്. അവിടെ ദൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും ഉണ്ടായിരുന്നു. ഇതു ലക്ഷ്യം വെച്ചാണ് മുയൽ രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുയലിന്റെ വാക്ക് വിശ്വസിച്ച ആ പാവം സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി. മുയൽ പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം. പക്ഷെ അത് തന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പാവം ആ രാജാവ് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു. രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചും അതുപോലെ അലർച്ച കേട്ടു. അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി. മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടത്. ഈ കാട്ടിലെ രാജാവായ അങ്ങ് ഒറ്റയ്ക്കല്ലേ വേട്ടയ്ക്ക് പോകാറ്? അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി. ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. അതെ അതെ, രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ അന്നു മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി. അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത്. സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും ചെന്നായയെയും കണ്ടപ്പോൾ കാക്ക സിംഹത്തോട് പറഞ്ഞു, സിംഹരാജാവേ, ഈ ചെന്നായുടെയും കുറുക്കനും ഒപ്പം വേട്ടയ്ക്ക് പോകുന്നത് ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ. ഈ കാക്കച്ചമ്മന്റെ ഒരു തമാശ. പോ അവിടുന്ന്. രാജാവ് നടന്നോട്ടെ, നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ. കാക്കച്ചി പറഞ്ഞത് ശരിയാണ്. വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. നമ്മുടെ രാജ്യത്ത് ചെറിയവർ വലിയവർ എന്നൊന്നില്ല, എല്ലാവരും ഒന്നാണ്. ഇതും പറഞ്ഞ് അവർ അന്നത്തെ ആദ്യ വേട്ടയ്ക്ക് പുറപ്പെട്ടു. അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായിരുന്നു. സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ 3 പേരും ചേർന്ന് ഒരു വലിയ മാൻ, ഒരു സീബ്ര, തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി പിടിച്ചു. സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ 2 മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും. രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി. ഈ തക്കം നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുറുക്കനോടായി പറഞ്ഞു, നല്ല വിശപ്പുണ്ട്.
വാ നമുക്ക് കഴിക്കാം. അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല. രാജാവ് കഴിച്ചതിന്റെ ബാക്കി അതും ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളും കഷ്ടപ്പെട്ടിട്ടല്ലേ ഇത്രയൊക്കെ കിട്ടിയത്. അത് രാജാവിനും അറിയാമല്ലോ. അതൊക്കെ ശരിയാണ്. രാജാവ് ഒരു നല്ല മനസ്സിനുടമയാണ്. നമുക്ക് രാജാവ് ഉണരുന്നത് വരെ കാത്തിരിക്കാം. അങ്ങനെ സിംഹം എങ്ങനെയാണ് തങ്ങളുടെ വേട്ട മുതൽ പങ്കുവെക്കുക എന്നതിനെ ആലോചിച്ച് സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായയും ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം. സിംഹം കേട്ട ഭാവം നടിച്ചില്ല. ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം സിംഹം ചിന്തിച്ചു. ചെറുമൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ എന്ത് തീരുമാനമെടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു? ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോരെ അവർക്ക് ആഹ്ലാദിക്കാൻ? ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ ചിരിച്ചു പോയി. ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കുറുക്കനും ചെന്നായയും എഴുന്നേറ്റു. തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിന്റെ സൂചനയായി സിംഹം ചെന്നായയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക. കാണട്ടെ നിനക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന്. കണ്ടോ, രാജാവിന് നിന്നേക്കാൾ എന്നോടാണ് കൂടുതൽ വിശ്വാസം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വീതം വെക്കണമെന്ന്. രാജാവേ, ഈ വലിയ സീബ്ര അങ്ങേക്ക്. കൂട്ടത്തിൽ ഏറ്റവും വലുത് അങ്ങാണല്ലോ. ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു. എനിക്ക് മാനിനെ മതി. ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും. കുറുക്കനും മുയലും അവനാണല്ലോ ഏറ്റവും ചെറുത്. എന്റെ മുന്നിൽ വെച്ച് നീ നിന്നെ കുറിച്ച് സംസാരിക്കുന്നുവോ? രാജാവിന്റെ സാന്നിധ്യത്തിൽ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇങ്ങോട്ട് വാ. ചെന്നായ പേടിച്ചരണ്ട് ഓടിപ്പോയി. സിംഹം പിന്നീട് കുറുക്കന് നേരെ തിരിഞ്ഞു. ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കാൻ. വേഗം പങ്കുവെക്ക്. മഹാരാജാവേ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിലൊരു പങ്ക് അവർക്ക് കൊടുത്താലോ? മിടുക്കൻ, നീ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? അനുഭവമാണ് എന്നെ ഈ പാഠം പഠിപ്പിച്ചത് പ്രഭു. നിനക്ക് ബുദ്ധിയുണ്ട്. ഇത് മൂന്നും നീ എടുത്തുകൊള്ളുക. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് ബുദ്ധിമാൻ. കുറുക്കന് തനിക്ക് വന്ന ഭാഗ്യം അവിശ്വസനീയമായി തോന്നി. സിംഹം ഓഹരി വെക്കാൻ ആദ്യം ചെന്നായോട് ആവശ്യപ്പെട്ടത് എത്ര നന്നായി. എന്നോടാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാനാകുമായിരുന്നു നാട് വിടേണ്ടി വരിക. ദൈവത്തിന് നന്ദി. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാരും രാവിലെ തന്നെ? ഇന്ന് സ്കൂളിൽ പോകാനില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ മുത്തശ്ശി? ഓ, മുത്തശ്ശി അത് മറന്നു. സ്കൂളിൽ പോവാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. മുത്തശ്ശി, ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ടൊരു കാട്ടിൽ മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ചെറുമൃഗങ്ങളെ പറ്റിച്ച് ഭക്ഷിക്കലാണ് അവന്റെ സ്ഥിരം ഹോബി. ഓ, വിശന്നിട്ട് വയ്യ. മുയലിറച്ചി കഴിച്ച കാലം മറന്നു. ഇന്ന് എന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു. അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര. അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി. അയ്യോ കുറുക്കൻ, ഓടിക്കോ! ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പാഞ്ഞു. പലരും മാളത്തിൽ കയറി ഒളിച്ചു. കുറുക്കൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മുയലിനെ പോലും കണ്ടില്ല. അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, ഹേയ് കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഒളിക്കുന്നത്?
ആരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതുമല്ല. അതെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനിപ്പോ മുയലിറച്ചി കഴിക്കാറില്ല, ഒരു ജീവികളെയും ഉപദ്രവിക്കാറുമില്ല. ഞാൻ സന്യാസത്തിലേക്കുള്ള വഴിയിലാണ്. മൂങ്ങ സന്യാസിയാണ് എന്റെ ഗുരു. ഓ പിന്നെ ഞങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ നോക്കണ്ട, ഇതെല്ലാം നിന്റെ സൂത്രമല്ലേ? സത്യത്തിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട മുയലുകളിലെ തലവൻ കുറുക്കന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ സഹായിക്കാനോ? അതെന്തിന്? അന്ന് ഈ കാട് നശിപ്പിച്ച ആ വേട്ടക്കാരനെ ഞാൻ കണ്ടു. അയാൾ വീണ്ടും ഈ കാട്ടിൽ വന്നിട്ടുണ്ട്. കൂടെ ഒരു ഹെൽപ്പറുമുണ്ട്. അവരാദ്യം ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ പാവം മുയലുകൾക്ക് സംശയവും പേടിയും തോന്നി. അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി. ഈ കുറുക്കൻ പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? വേട്ടക്കാരൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം. പക്ഷേ നമ്മൾ ഇത്രയും പേര് എവിടേക്കാണ് മാറുക? അതും പെട്ടെന്ന്. എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം. ഞങ്ങൾ ഇത്രയും പേര് നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതിനൊക്കെ വഴിയുണ്ട്. എന്റെ കൂട്ടുകാരൻ വിനുവിന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്. നമുക്ക് അതിൽ പോകാം. ഞാൻ അവനെ വിളിക്കട്ടെ, എന്താ? ഹലോ. യെസ്, ഗുണ്ടവിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. കുറച്ച് മുയലുകളെ കടത്താനുണ്ട്. നിന്റെ വണ്ടി ഒന്ന് വേണം. ശരി അണ്ണാ, ഞാനിതാ എത്തിപ്പോയി. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച മുയലുകൾ അവനോടൊപ്പം യാത്രയായി. ഒരു മുയലിറച്ചി തിന്നാൻ കൊതിച്ച എനിക്ക് ഒരു ട്രക്ക് നിറയെ മുയലുകൾ. ഓ, അണ്ണനെ സമ്മതിക്കണം. ഇവരെ സുരക്ഷിതമായി എത്തിക്കാം എന്ന് പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു? നിങ്ങക്ക് കാഞ്ഞ ബുദ്ധി തന്നെ എന്റെ അണ്ണാ. എന്താ അണ്ണാ ഒരു സംസാരം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, ഒരു പ്രശ്നവുമില്ല. എല്ലാം ഇതുവരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ. നന്നായി മുറുക്കി പിടിച്ചോ, സ്പീഡ് കുറച്ച് കൂടുതലാ. അണ്ണാ, വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു. നമുക്ക് ആ കാണുന്ന വലിയ ഗുഹയിലേക്ക് വണ്ടി ഒതുക്കിയിടാം. ചെറിയ വിശപ്പുമുണ്ട്. ഏത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ. നമുക്കിനി ഒരു മാസം അടിച്ചു പൊളിക്കാം. അങ്ങനെ ട്രക്ക് ഗുഹയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മുയലുകളുടെ തലവൻ ചോദിച്ചു, ചേട്ടാ, ഈ ഗുഹയിലേക്ക് എന്തിനാണ് കയറുന്നത്? ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ, അല്പം വിശ്രമിച്ചിട്ട് പോകാം, എന്താ? അയ്യോ ചേട്ടാ, അതിന് കയറരുതേ. ഹേയ്, ഒന്ന് ചുമ്മാ ഇരിയടെ. വിശ്രമവും ആവാം, ഞങ്ങൾക്കല്പം വിശപ്പും മാറ്റാം. അങ്ങനെ ട്രക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അണ്ണം വിളിച്ചിട്ട് പോയതാണേ, വേറെ ഒന്നും എനിക്കറിയില്ലേ. അല്ലല്ലേ? മുയലുകൾ ഭക്ഷിക്കാൻ കയറിയ ഗുഹ സിംഹത്തിൻ്റെതാണെന്ന് ചതിയനായ കുറുക്കനും ചെന്നായും അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുഴിയിൽ വീഴും. കൃഷ്ണപുരം രാജാവിന് തൻ്റെ പിതാവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. പിതാവിൻ്റെ വിയോഗം രാജാവിനെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാലും തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം നൽകിയ മോതിരം എപ്പോഴും കയ്യിൽ അണിഞ്ഞിരുന്നു. അതായിരുന്നു രാജാവിൻ്റെ ധൈര്യം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ രാജാവ് വളരെ ദുഃഖത്തിലായി കാണപ്പെട്ടു.
രാജാവിന് ഇത് എന്ത് പറ്റി? രാവിലെ മുതൽ ഒരു ഉഷാറില്ലല്ലോ. അതെ അതെ, ഇന്നെന്തോ ഒരു ധർമ്മസങ്കടത്തിലാണ് അദ്ദേഹം. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? വാ പ്രഭോ, അങ്ങേക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടോ. അങ്ങ് പതിവിലും ദുഃഖിതനായി കാണപ്പെടുന്നു. അത് ഞങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്നു. എന്താണെങ്കിലും പറയൂ. തന്റെ പ്രിയപ്പെട്ട മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, പിതാവിന്റെ ഓർമ്മയ്ക്കായി കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായിരുന്നു എന്റെ ധൈര്യം. അത് കാണാതായത് മുതൽ എല്ലാം ചോർന്നു പോയതുപോലെ. അങ്ങ് വിഷമിക്കരുത്. മോതിരം എന്തായാലും കൊട്ടാരത്തിൽ തന്നെ കാണും. ഉത്തരവിട്ടാലും. അതെ, കൊട്ടാരത്തിലുള്ള ആരോ ആണ് അത് എടുത്തത്. ആരവിടെ? കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരോടും രാജസദസ്സിൽ എത്തിച്ചേരാൻ പറയൂ. അങ്ങനെ മന്ത്രി ഒഴികെ കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരും രാജസദസ്സിൽ എത്തിച്ചേർന്നു. എന്നാൽ കൊട്ടാരത്തിലെ ജീവനക്കാർ ആരും തന്നെ മോതിരം എടുത്തു എന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. രാജാവ് മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ സങ്കടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നിരാശയോടെ ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ മന്ത്രിയുടെ വരവ്. കൊട്ടാരത്തിലെ ജോലിക്കാരെയെല്ലാം രാജസദസ്സിൽ കണ്ട മന്ത്രി അമ്പരന്നു. മാത്രമല്ല, രാജാവിന്റെ മുഖത്ത് നിരാശ കണ്ട മന്ത്രി അദ്ദേഹത്തിനോട് കാര്യം അന്വേഷിച്ചു. പ്രഭു, അങ്ങേക്ക് ഇതെന്തു പറ്റി? എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? എന്തിനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്? മന്ത്രി, ഇനി താങ്കൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയൂ. എന്താണ് പ്രഭു? കാര്യം പറയൂ. മന്ത്രിക്ക് അറിയില്ലേ, പിതാവിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം തന്ന കയ്യിൽ അണിഞ്ഞിരുന്ന ആ മോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്? അതെ മന്ത്രി. അങ്ങ് വിഷമിക്കണ്ട. തീർച്ചയായും ആ മോതിരം വീണ്ടെടുക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കുന്നതാണ്. ഇതും പറഞ്ഞു മന്ത്രി സദസ്സിലുള്ളവരെ ഒരു നിമിഷം നോക്കി. എന്നിട്ട് അവരോടായി ഇപ്രകാരം പറഞ്ഞു. രാജാവിന്റെ മോതിരം തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എടുത്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്. ആ മോതിരം ആരുടെ കയ്യിലാണോ ഉള്ളത്, അയാളുടെ വസ്ത്രത്തിൽ ഒരു കറ പറ്റിയിട്ടുണ്ട്. ഇത് കേട്ടതും സദസ്സിലുള്ളവർ പരസ്പരം നോക്കി. എന്നാൽ മന്ത്രി ഇവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം മന്ത്രി സൈനികരെ വിളിച്ച് കൂട്ടത്തിലുള്ള തയ്യൽക്കാരനെ പരിശോധിക്കാൻ പറഞ്ഞു. സൈനികർ പരിശോധിച്ചപ്പോൾ അയാളുടെ പക്കൽ നിന്നും മോതിരം കിട്ടുകയും ചെയ്തു. ഇത് കണ്ട രാജാവ് മന്ത്രിയോട് ചോദിച്ചു, അങ്ങേക്ക് ഇയാളാണ് മോഷ്ടാവ് എന്ന് എങ്ങനെ മനസ്സിലായി? അയാളുടെ വസ്ത്രത്തിൽ കാറയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രാജാവിന്റെ ചോദ്യം കേട്ട മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാൻ വെറുതെ ഇരുട്ടിൽ ഒരു അമ്പെയ്തതാണ്. കള്ളൻ ഇക്കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. മോഷ്ടിച്ച ആളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കും. ഞാൻ വസ്ത്രത്തിൽ കറയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഭയത്താൽ ഉടൻ തന്നെ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കി. എന്നാൽ മറ്റുള്ളവർ പരസ്പരം നോക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നും ഇയാളാണ് കള്ളൻ എന്ന് എനിക്ക് ബോധ്യമായി. മന്ത്രിയുടെ മറുപടി കേട്ട രാജാവ് മന്ത്രിയുടെ ബുദ്ധിശക്തിയെ പ്രശംസിക്കുകയും തന്റെ പ്രിയപ്പെട്ട മോതിരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. മോതിരം മോഷ്ടിച്ച തയ്യൽക്കാരന് ശിക്ഷയും വിധിച്ചു. ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടി പൂന്തോട്ടത്തിലിരുന്ന് സല്ലപിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യം ലോക പ്രശസ്തി ആർജിക്കണം. അതിന് നാം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് പ്രഭു? നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഡ്ഢികളുണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിച്ച് തുറങ്കിലടയ്ക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം ബുദ്ധിയുള്ളവർ മാത്രമായി മാറും. രാജ്യം ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഇത് കേട്ട മന്ത്രിക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. പ്രഭു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? മന്ത്രി, ഇനി ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. നാം തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ രാജ്യത്തിലെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് പ്രഭു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മന്ത്രി രാജ്യത്തെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. മന്ത്രി ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരാൾ കിണറിൽ നിന്നും വെള്ളം കോരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അയാൾ ഓട്ടയുള്ള പാളയിലായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പാള മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളം മുഴുവൻ ചോർന്നു പോയിട്ടുണ്ടാവും. ഇത് കണ്ട് മന്ത്രി അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ആ പാള മാറ്റി കെട്ടു. വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതിനൊന്നും നേരമില്ല. മുതലാളി വേഗം 2 കുടം വെള്ളം കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ ആദ്യത്തെ വിഡ്ഢിയായി. നിങ്ങൾ എന്നോടൊപ്പം കൊട്ടാരം വരെ ഒന്ന് വരണം.
ഏയ് ഇല്ലില്ല, പറ്റില്ല. കണ്ടില്ലേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇത് കഴിഞ്ഞ് കോഴിയെ കുളിപ്പിക്കണം. മുതലാളി അറിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും. ഞാൻ വരില്ല. രാജാവാണ് നിങ്ങളോട് കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചിട്ടുള്ളത്. രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അറിയാമല്ലോ. അങ്ങനെ അയാൾക്ക് മന്ത്രിയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോകും വഴി ഒരാൾ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭാണ്ഡക്കെട്ട് തലയിൽ ചുമന്നു പോകുന്നത് കണ്ടു. ഹേ, ഒന്ന് നിർത്തൂ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പട്ടണത്തിലേക്കാണ്. എന്താണ് ഈ തലയിലുള്ള ഭാണ്ഡക്കെട്ടിൽ? അലക്കി വൃത്തിയാക്കിയ തുണികളാണ്. അതെന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത്? കുതിരയുടെ പിറകിൽ വെച്ച് കെട്ടിയാൽ പോരെ? എന്റെ കുതിര ഒരു പെൺകുതിരയാണ്. അവൾ ഗർഭിണിയാണ്. ഈ പാവം മൃഗത്തെ ഇത്രയും വലിയ ഭാരം ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞാൻ ആ ഭാരം എന്റെ ചുമലിൽ വെച്ചു. അപ്പോൾ അതിന് എന്റെ ഭാരം മാത്രം ചുമന്നാൽ മതിയല്ലോ. നിങ്ങൾ കുതിരപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തോളിലായാലും കുതിരയുടെ പിറകിലായാലും ഭാരം തുല്യമായിരിക്കും. രണ്ടും നിങ്ങളുടെ ഈ കുതിര തന്നെയാണ് ചുമക്കുന്നത്. എന്നാൽ പകുതി ഭാരം സ്വന്തം ചുമലിൽ വഹിക്കുകയാണെന്ന് ആ മനുഷ്യൻ വാശി പിടിച്ചു. ഇതാ മറ്റൊരു വിഡ്ഢി. എന്തായാലും വരൂ, നമുക്ക് രാജാവിനെ ഒന്ന് പോയി കാണാം. അങ്ങനെ എല്ലാവരും കൂടി രാജാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു. വിഡ്ഢികളെ 2 പേരെയും മന്ത്രി രാജാവിന് മുന്നിൽ ഹാജരാക്കി. പ്രഭു, ഇതാ നിങ്ങൾ പറഞ്ഞ വിഡ്ഢികൾ. ഞാൻ താങ്കളോട് 4 വിഡ്ഢികളെ കൊണ്ടുവരാനല്ലേ ആവശ്യപ്പെട്ടത്? എവിടെ ബാക്കി 2 4 വിഡ്ഢികളിൽ 2 പേര് ഇവിടെ തന്നെ ഉണ്ട് പ്രഭു. ഇവിടെയോ? എവിടെ? നാം കാണുന്നില്ലല്ലോ. അറിയുന്നത് കൊണ്ടൊന്നും തോന്നരുത് പ്രഭു. 3ാമത്തെ വിഡ്ഢി താങ്കൾ തന്നെയാണ് രാജാവേ. വിഡ്ഢികളെ കാണാൻ ഒരു വിഡ്ഢിക്കല്ലാതെ വേറെ ആർക്കാണ് താല്പര്യമുണ്ടാവുക? ഒരു ജ്ഞാനിയായ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിൽ ജ്ഞാനികളുണ്ടോ എന്ന് വേണം ആദ്യം അറിയാൻ. പിന്നെ ഞാൻ 4ാമത്തെ വിഡ്ഢിയാണ്. ഞാൻ നിങ്ങളുടെ വിഡ്ഢിത്തമായ കൽപ്പനകൾ കേൾക്കുകയും അവ നടപ്പിലാക്കാൻ സമയം പാഴാക്കുകയും ചെയ്യുന്നു. ഒരു വിഡ്ഢി മാത്രമേ വിഡ്ഢിയുടെ കൽപ്പനകൾ അനുസരിക്കുകയുള്ളൂ. അത് എന്നെ 4ാമത്തെ വിഡ്ഢിയാക്കുന്നു. ഇത് കേട്ട് രാജാവ് ചിരിച്ചു. രാജാവിന്റെ വിഡ്ഢിത്തമോർത്ത് രാജാവ് പശ്ചാത്തപിച്ചു. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധി വീണ്ടും തിളങ്ങി. പണ്ട് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു വലിയ തർക്കം നടന്നു. ഇനി ഒരു തുള്ളി വെള്ളം ഈ കിണറ്റിൽ നിന്നും എടുത്താൽ എന്റെ ആനകളെ കൊണ്ട് നിന്റെ കൃഷിയിടമെല്ലാം ചവിട്ടി മെതിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഈ കിണർ ഉൾപ്പെടെയുള്ള സ്ഥലമല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്? അതിന് കാൽപ്പണം കുറയാതെ ഇനി വാങ്ങിച്ചിട്ടുമുണ്ടല്ലോ. സ്ഥലവും കിണറും നീ പണം കൊടുത്തു വാങ്ങി, അത് ശരിയാണ്. എന്നാൽ കിണറിനുള്ളിലെ വെള്ളം അത് എന്റേതാണ്. അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇതെന്ത് ന്യായം? കിണർ എന്ന് പറയുന്നത് അതിലെ വെള്ളവും കൂടി ചേർന്നതല്ലേ? എന്നാൽ എന്റെ കിണർ അങ്ങനെയല്ല. കിണർ വേറെ, അതിലെ വെള്ളം വേറെ. വെള്ളം വേണമെങ്കിൽ അതിന് ഇനിയും അധികം പണം തരണം. അതൊന്നും തരാൻ പറ്റില്ല. എന്നാൽ കിണറിലെ വെള്ളം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങൾ ഇങ്ങനെ വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ആർക്കാ പരാതി എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ പോയി പരാതി പറയൂ. എനിക്ക് പരാതിയുണ്ട്. എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ കൃഷിയെല്ലാം നശിച്ചു പോകും. എന്നാൽ എനിക്കും പരാതിയുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. അങ്ങനെ 2 പേരും കൊട്ടാരത്തിൽ പരാതി ബോധിപ്പിക്കാൻ പോയി. അങ്ങനെ 2 പേരും രാജാവിനെ കണ്ടു വണങ്ങി. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു കർഷകനാണ്. കൃഷിയിടം നനയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി തൊട്ടടുത്ത സ്ഥലത്തിന്റെ ഉടമയായ ഇയാളിൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ചു സ്ഥലം വാങ്ങിയിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ? അതിനുള്ള പണമൊക്കെ ഇയാൾ കൃത്യമായി തന്നില്ലടോ. ഊവ് പ്രഭു, അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ ആ കിണറ്റിൽ നിന്നും അദ്ദേഹം എന്നെ വെള്ളമെടുക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഇത് കേട്ടതും രാജാവ് ആശ്ചര്യപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? അയാൾ പറയുന്നത് കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നതെന്നാണ്. കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ് പോലും. അതുകൊണ്ട് തന്നെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വിചിത്രമായ വാദമാണല്ലോ. അതെന്താടാ? അങ്ങനെ കിണർ വാങ്ങിയാൽ അതിലെ വെള്ളം അവർക്ക് അവകാശപ്പെട്ടതല്ലേ? അതല്ലേ ന്യായം? ഞാൻ എന്റെ കിണറും സ്ഥലവും മാത്രമാണ് അയാൾക്ക് വിറ്റത്. അതിലെ വെള്ളം വിറ്റിട്ടില്ല പ്രഭു.
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനമാവണ്ടേ? അയാൾക്ക് കൃഷി ഇറക്കേണ്ടതല്ലേ? അതിന് ഒരുപാട് വെള്ളം ആവശ്യമുള്ളതല്ലേ? ആരെവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. അങ്ങ് എന്തിനാണ് വിളിപ്പിച്ചത്? മന്ത്രി, ഇവരുടെ വിചിത്രമായ പരാതി ഒന്ന് കേട്ടു നോക്കി തീർപ്പ് കൽപ്പിച്ചാലും. എന്താണ് പ്രശ്നം? പറയൂ, കേൾക്കട്ടെ. കർഷകൻ കാര്യങ്ങൾ മന്ത്രിയോടും ധരിപ്പിച്ചു. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. എനിക്ക് നിങ്ങളുടെ സ്ഥലവും കിണറും ഒന്ന് കാണണമല്ലോ. തീർച്ചയായും അന്ന് ഞങ്ങളുടെ കൂടെ വന്നാൽ സ്ഥലം കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും മന്ത്രിയെ കൂട്ടി സ്ഥലം കാണാൻ പുറപ്പെട്ടു. അവർ പരാതിക്കാരുടെ സ്ഥലത്തെത്തി. നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? ഞാൻ അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് കൊടുത്തത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയുമില്ല. ധനികൻ കർഷകനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ധനികന്റെ അതിബുദ്ധിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് നൽകിയത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വറ്റിക്കണം. അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിന്റെ വാടക കർഷകന് നൽകണം. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. അയാൾ മന്ത്രിയോട് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. ടോമിയുടെ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ? നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. നോ, എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ. ഇപ്പോ അങ്ങനെയല്ല, എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചുകുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ? എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല. എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? ആ, വേണം വേണം. ടോമി, വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം. വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. വാവ്, ദിസ് ഈസ് വെരി ബിഗ് ട്രീ. ഐ കാൺ പറിക്കലു. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമുക്ക് JCB വിളിക്കാം.
കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്കവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്.